ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബാഗ് എന്ന് പറയുമ്പോൾ ഇന്ന് തുണിയാണ് ഉള്ളത്. അതുകൊണ്ട് തുണ്ടായിട്ട് തന്നെ ജോയിൻ്റ് ഇട്ടാണ് ഞാൻ ഇന്ന് തയ്ക്കണത്. വലിയ ഒറ്റ പീസില്ലായിരുന്നു. അതൊരു ബെറ്റിക്കോട്ട് മോഡലാണ് ഞാൻ ഇന്ന് തയ്ക്കുന്നത്. ബെറ്റിക്കോട്ട് മോഡൽ എന്ന് പറയുമ്പോൾ ഞാനിട്ട പേരാണ് ബെറ്റിക്കോട്ട് മോഡലെന്ന്. ഇങ്ങനെ ഈ കഴുത്തിങ്ങനെ വെട്ടിയെടുക്കണുണ്ട്, അതിന് ഞാൻ ബെറ്റിക്കോട്ട് മോഡലെന്നാണ് പറയണത്. അങ്ങനെ തയ്ച്ച ബാഗാണ് ഇത്. ഇതെങ്ങനെയാണ് തയ്ക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ള ഒരു ബാഗാണ്. വളരെ എളുപ്പമായിട്ട് തയ്ക്കാം. ഇങ്ങനെ ഒരു അടിയിലൊരു തുണ്ട്, ഇവിടെ ഒരു തുണ്ട്, ഇങ്ങനെ ഈ ഫ്രണ്ടിലും ബാക്കിലും മാത്രം നമ്മൾ വലിയ തുണ്ടിടും. പിന്നെ ഇതിന് അടപ്പെന്ന് പറയുമ്പോൾ അതേ ഷേപ്പിനെ നമ്മൾ വെട്ടി വെച്ചാണ് ഇത് അടപ്പ് ഇങ്ങനെ തയ്ക്കുന്നത്. ഇതിൽ ഒരുപാട് സാധനം കൊള്ളും. ഇതിൽ തന്നെ 2.5 ആക്കാനും പറ്റും. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 2.5 ബാഗ് ഞാൻ തയ്ച്ച് കാണിക്കാം. ഇപ്പോൾ 1 അറയാണ് ഞാൻ തയ്ച്ചത്. ഫ്രണ്ടിൽ നമുക്കൊരു പോക്കറ്റ്, ഇങ്ങനെ എല്ലാം ഇടാനായിട്ടുള്ള ഒരു പോക്കറ്റും വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. എല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കണം. വളരെ എളുപ്പം തയ്ക്കാൻ പറ്റുന്ന ബാഗാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെങ്ങനെയാണ് അളവെടുക്കണതും തയ്ക്കണതോ എങ്ങനെയെന്ന് നമുക്ക് കാണാം. പന്ത്രണ്ട് ഇഞ്ച് വീതി, 13 ഇഞ്ച് നീളം. 12 ഇഞ്ച് വീതി, 13 ഇഞ്ച് നീളത്തിൽ 2 പീസ്. പിന്നെ അകത്തിടാൻ നമ്മൾ ചാക്ക് വെട്ടി വെച്ചിട്ട് അതും അതേപോലെ. പിന്നെ അതിൻ്റെ ലൈനിങ് ഇതെല്ലാം ഒരേ അളവിൽ എടുക്കണം. പിന്നെ ഇത് സൈഡ് പീസ് 4 ഇഞ്ച് വീതി, 9.5 ഇഞ്ച് നീളം. അത് 2 പീസ് വെട്ടി വെച്ച് തുണികളാണ് തുണ്ട് തുണിയിലാണ് ഞാൻ ഇത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബാഗ് എടുത്തത്. പിന്നെ 2 കഷ്ണം ചാക്കും 2 ലൈനിങ്ങും. ഇത് അടിപ്പീസ് 13 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയിൽ അടിപ്പീസ് 1 പീസ്. അതിൻ്റെ ലൈനിങ്ങും ചാക്കിൻ്റെ ഒരു തുണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വള്ളി വേണ്ടത് 25 ഇഞ്ച് നീളം, 25 ഇഞ്ച് നീളത്തിൽ 3 ഇഞ്ച് വീതിയിൽ വള്ളി. നമ്മൾ 3 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് 1 ഇഞ്ചായിട്ട് തയ്ച്ചെടുക്കണം. പിന്നെ അടപ്പിനാണ് ഈ ഒരു പീസ്. അടപ്പ് എങ്ങനെയാണ് വെട്ടണമെന്ന് ഞാൻ തയ്ച്ച ശേഷം കാണിച്ചു തരാം. ചാക്കിൽ ലൈനിങ്ങും ഇതും കൂടെ വെച്ച് 3 നല്ല തുണികളായിട്ട് നമ്മൾ മൊത്തം ചേർത്ത് തയ്ച്ച്. ഇത് സൈഡ് പീസ് അതും ഇതുപോലെ തയ്ച്ച്. ഇത് നമുക്ക് അടിപ്പീസായിട്ട് എടുക്കുന്നതാണ്. അതും 4 സൈഡും അടിച്ച് വള്ളി 1 ഇഞ്ച് വീതിയിൽ വള്ളിയും തയ്ച്ച്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് ഇതിപ്പം ബെറ്റിക്കോട്ട് ബാഗാണ് ഞാൻ തയ്ക്കുന്നത്. ബെറ്റിക്കോട്ട് ബാഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഇറക്കി തയ്ക്കണോണ്ടാണ് ഞാൻ അതിന് ബെറ്റിക്കോട്ട് ബാഗ് എന്ന് പേരിട്ടത്. ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ കഴുത്തകലം ഒരു 2 ഇഞ്ച് കഴുത്തകലം, 2 ഇഞ്ച് കഴുത്തകലം, ഒരു 2.5 ഇഞ്ച് കഴുത്തകലം. ഇതിങ്ങനെ എടുക്കുന്നത് ഷോൾഡർ എടുക്കുന്നതാലെയാണ് എടുക്കുന്നത്. അതൊരു 3 ഇഞ്ച് ഷോൾഡർ. കൈക്കുഴി കെട്ടണത് ഒരു 3 ഇഞ്ച് കൈക്കുഴി. കൈക്കുഴി വെട്ടാൻ 3 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് കഴുത്ത് 3 ഇഞ്ച് ഇറക്കാം. എല്ലാവരും വിചാരിക്കും ഇതെന്തോന്ന് ബാഗാണോ തുണിയാണോ എന്ന് പറയുമ്പോൾ ഈ വെറ്റിക്കോട്ടിന് ബാക്കിയുള്ളതിനൊക്കെ വെട്ടം പോലെയുള്ള ഇങ്ങനെ വെട്ടണോണ്ടാണ് അത് ഞാനങ്ങനെ പറഞ്ഞത്.
പെറ്റിക്കോട്ട് ബാഗ്. 2 പീസും അതുപോലെ വെട്ടിയിട്ട് നമുക്ക് തയ്ക്കാം. പിന്നെ അതുപോലെ ഇത് ഫ്രണ്ടിലൊരു പോക്കറ്റ് വേണം. ഫ്രണ്ടിലൊരു പോക്കറ്റ് ഒരു 7 ഇഞ്ച് കണക്കാക്കിയിട്ട് സിപ്പ് വയ്ക്കാം. സിപ്പും വെച്ചിട്ട് ബാക്കി പോക്കറ്റിൽ സിപ്പ് വയ്ക്കാം. ഒരു പീസ് കീറിയെടുത്തതാണ്. അതിങ്ങനെ പോക്കറ്റിൽ വെക്കുക. പതിച്ച് വയ്ക്കും. പീസിൽ ഇതുപോലെ നമുക്ക് സിപ്പ് കൊടുക്കാം. ഇനി നമുക്ക് റണ്ണർ ഇടാം. പോക്കറ്റിൽ റണ്ണറിട്ട് 2 ഒരുപോലെ വേണം സിപ്പിലിടാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തലകൾ നീങ്ങിപ്പോവും. ഇങ്ങനെ ഒപ്പമായിരിക്കും. ഒന്ന് ഇട്ടിട്ട് ഊരി രണ്ടാമതൊന്നും കൂടെ ഇടണം. ഇവിടെ ഇട്ട് നമുക്ക് ഇതുണ്ട്. ഇതിനൊരു പോക്കറ്റ് അറയടിക്കാൻ വേണ്ടി ഒരു തുണി വെച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് 4 വശം അടിച്ചെടുക്കണം. അപ്പോൾ പോക്കറ്റാണ്. ഇനി അടിപ്പീസ് വയ്ക്കാം. ഇതിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇതുവരെ തയ്ക്കണം. അടിപ്പീസ് നമ്മൾ ഒരു സൈഡിൽ തയ്ച്ച് ഇനി ഇപ്പുറത്തെ പീസ് ഇവിടെ ഇങ്ങനെ വെച്ച് തയ്ക്കണം. ഇനി സൈഡ് പീസ് തയ്ക്കാം. സൈഡ് പീസ് ഇങ്ങനെ വെച്ച് ആദ്യം ഒരു തയ്യൽ തയ്ക്കാം.
സൈഡ് നമ്മളൊരു സൈഡ് തയ്ച്ച് ഇതുപോലെ തയ്ച്ച് ഇപ്പുറത്തെ സൈഡും അതുപോലെ ഇത് ഇപ്പുറത്തെ സൈഡ് നമ്മളിതുപോലെ തയ്ക്കണം. ഇനി നമുക്ക് അടപ്പ് എങ്ങനെയാണ് വെട്ടണമെന്ന് കാണിക്കാം. അടപ്പ് വെട്ടണത് എങ്ങനെയാണ്. ഇനി ബാഗ് എടുത്ത് നമ്മൾ തയ്ച്ചതാണ്, ഇതാണ് തയ്ച്ചതാണ്. ഇനി ഇതിന് അടപ്പാണ് വെട്ടേണ്ടത്. അതെങ്ങനെയാണ് വെട്ടണതെന്നുള്ളത് ഒരു പീസ് തുണി എടുത്തിട്ട് നമ്മൾ ലൈനിങ് സ്പോഞ്ചും എല്ലാം വെച്ചടിച്ച് എന്നിട്ട് അതിൽ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ച് നമ്മളാദ്യം ഇതുപോലെ കൈക്കുഴി വരച്ചതുപോലെ വരയ്ക്കണം. കഴുത്ത് വെട്ടിയതുപോലെ അത് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ സൈഡ് പീസ് അറിയാം. എന്നിട്ട് ഇപ്പുറത്തും അതുപോലെയാണ് നമ്മൾ വെച്ച് സൈഡ് വെട്ടിയെടുക്കണം. കട്ട് ചെയ്തെടുക്കണം. ഇതിൽ സിപ്പ് വയ്ക്കണം. സിപ്പ് വയ്ക്കാം നമുക്ക് അടുപ്പിൽ. പതിച്ച് വയ്ക്കാം. അതുപോലെ ഇതിലും സിപ്പ് വയ്ക്കാം. ഇനി റണ്ണറിടാം അടപ്പിൽ. അടപ്പ് റെഡിയായി.
ബാഗിൽ വള്ളി വയ്ക്കുക. നമ്മൾ ഷോൾഡർ പോലെ വെട്ടി വെച്ചെടുത്ത് വള്ളി വെച്ച് തയ്ക്കുക. ബാഗിൽ വള്ളി രണ്ടും തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അടപ്പ് വെച്ച് തയ്ക്കാം. ഇതാണ് അടപ്പ്. ബാഗിൻ്റെ നല്ല വശവും അടപ്പിൻ്റെ നല്ല വശവും ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ വെച്ച് അടപ്പ് വെച്ച് തയ്ക്കണം. അടപ്പ് സൈഡിലെത്തുമ്പം ഇങ്ങനെ നിർത്തി റൗണ്ട് ഷേപ്പിൽ തയ്ച്ചെടുക്കണം. റൗണ്ട് ഷേപ്പിൽ തയ്ച്ച് അവിടെ സൂചി നിർത്തിയിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങോട്ട് തയ്ക്കണം. നിർത്തി നിർത്തിയിട്ട് അതേ ഷേപ്പിൽ തയ്ക്കണം. അടപ്പ് തയ്ച്ച് കഴിഞ്ഞ് അടപ്പ് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന് ഈ റൗണ്ട് ഇരിക്കണോണ്ട് എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഈ റൗണ്ട് അല്ലെങ്കിൽ നല്ല ഷേപ്പായിട്ട് കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ കത്തിരി വല്ല മുറിയാനില്ല. അതുകൊണ്ട് കട്ടിയായതുകൊണ്ട് കോണെല്ലാം വെട്ടി വെട്ടി വിടണം. തയ്യലിൽ കൊള്ളാതെ വേണം വെട്ടിവിടാൻ. ഇനി ഇത് മൊത്തം
ചെയ്ത് ഇനി ഇതിനെ നമ്മൾ തുറന്ന് മറച്ചിടണം. മറച്ചിട്ട് പതിച്ചേക്കും. ഇങ്ങനെ മറച്ചിട്ട് ബാഗും മറിച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അതേ ഷേപ്പിൽ പതിച്ച് തയ്ക്കണം. ആയതുകൊണ്ട് പതുക്കെ പതുക്കെ അല്ലെങ്കിൽ സൂചി എനിക്ക് 2 സൂചി ഒടുങ്ങി ഈ ബാഗ് തച്ചുകൊണ്ടിരുന്നപ്പോൾ. കട്ടിയിൽ പതുക്കെ പതുക്കെ വേണം തയ്ക്കാൻ. അങ്ങനെ നമ്മളെ പെറ്റിക്കോട്ട് ബാഗ് റെഡി ആയിട്ടുണ്ട്.